പനി അവിടെ മാറുന്നില്ല. അപ്പോൾ അവിടെയൊന്നും നമുക്ക് ഈ പറയുന്ന ധാരുണ ലക്ഷണങ്ങളൊന്നും കാണാൻ സാധിക്കില്ല. കാരണം അത് ക്രോണിക് ഫീവറാണ്, അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന പനിയാണ്. അപ്പോൾ അടുത്തത് വിഗത ക്ലമ സന്താപമവ്യതം വിമലേന്ദ്രിയം യുക്തം പ്രകൃതിസത്വേന വിദ്യാത് പുരുഷമജ്വരം. അപ്പോൾ ഇവിടെ പനി മാറിയതിൻ്റെ ലക്ഷണത്തെ വിവരിക്കുക. അപ്പോൾ തളർച്ചയുണ്ടാവും, ചൂട് മാറും, ദുഃഖമില്ലാതാവും, ഇന്ദ്രിയങ്ങൾക്ക് വൈമല്യം വരും, ആ ഒരു പ്രകൃതി സത്വ സ്വഭാവം വരികയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ കണ്ടാൽ നമുക്ക് പനി മാറിയെന്ന് നിശ്ചയിക്കാം. ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ പനി മാറിയവനും പനി ഉള്ളവനും എന്തൊക്കെ പ്രൊഹിബിഷൻസാണ് എന്നുള്ളത് പറയുകയാണ്. സജ്വരോ ജ്വരമുക്തശ്ച വിദാഹീനി ഗുരൂണി ച അസാത്മ്യന്നപാനാനി വിരുദ്ധാനി ച വർജയേത് വ്യവായമതിചേഷ്ടാശ്ച സ്നാനം അത്യശനാനി ച തഥാ ജ്വര ശമം യാതി പ്രശാന്തോ ജായത്തെ ന ച വ്യായാമം ച വ്യവായം ച സ്നാനം ചംക്രമണാനി ച ജ്വരമുക്തോ ന സേവേത യാവൻ ബലവാൻ ഭവേത്. ഇപ്പോൾ പനിയുള്ളവനും പനി മാറി പോയിട്ടുള്ളവനും എന്താ പറയുക, ഈ ചൂടുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഉൾപ്പുഴുക്കത്തെ ഉണ്ടാക്കുന്നതായിട്ടുള്ള ഗുരുത്വമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, അസാത്മ്യങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ വിരുദ്ധങ്ങളായിട്ടുള്ള അന്നപാനങ്ങളെ നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഈ വ്യവായം അല്ലെങ്കിൽ സ്ത്രീ സേവ അല്ലെങ്കിൽ മൈഥുനം, അത്യധ്വാനം, പിന്നെ അധികമായിട്ട് കളിക്കുക, അധികമായിട്ടുള്ള ഭക്ഷണം ഒക്കെ നമ്മൾ വർജിക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ പനിയുള്ളവന് പനി മാറിയും പനി മാറിയവന് പിന്നെ രണ്ടാമത് തുടങ്ങാതിരിക്കുകയും ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ പനി മാറിയിട്ടുള്ള ഒരാൾ ശരീരബലം തിരിച്ചു കിട്ടുന്നവരെ വ്യായാമം, അതുപോലെ തന്നെ സ്ത്രീ സേവ, സ്നാനം, കുറേ ദൂരം നടക്കുക, ഇതിനൊന്നും ചെയ്യരുത്.